ഇന്ന് നമുക്ക് സോയാ ചങ്ക് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളാണ് സോയാ ചങ്ക്, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്തും വേണേ, പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളും. എന്തായാലും നമുക്കിന്ന് വിറകടുപ്പ് കത്തിച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കണം കേട്ടോ. വിറകടുപ്പിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് അത്യാവശ്യമൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ ഉള്ളിയും ഒരു പച്ചമുളകും, 2 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കറിവേപ്പില ഇട്ടെടുക്കുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇരുമ്പ് ചട്ടിയിൽ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ. പിന്നെ അതുമല്ല, വലിയ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നന്നായിട്ട് വഴറ്റണം. ഏത് കറിയിലേക്കായാലും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾ, മല്ലി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതാണ് അതിൽ ചേർത്തിട്ടുള്ളത്. തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ സോയാ ചങ്ക് കഷ്ണാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോയാബീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് തുറന്ന് വെച്ച് വേവിച്ചിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി സോയാബീൻ റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.